നമസ്കാരം. മറ്റൊരു അധ്യയന വർഷം ആരംഭിക്കുന്ന സമയമായിരിക്കുകയാണ്. പലപ്പോഴും ഹൈസ്കൂളിലേക്ക് കടക്കുന്ന കുട്ടികൾ ചില പുതിയ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നുണ്ട്. കാരണം തീരെ ചെറിയ കുട്ടികളോടൊപ്പം ഒരുപക്ഷെ പ്രൈമറി തലത്തിലുള്ള ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഇത് രണ്ട് സംവിധാനങ്ങൾ ഒരു ക്യാമ്പസിലുണ്ടാകും. ഇത് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും മുതിർന്ന കുട്ടികൾ, ശരീരം കൊണ്ടും ഒക്കെ വളരെ മുതിർന്ന കുട്ടികളുടെ ഒരു കൂട്ടത്തിലേക്കാണ് ഈ 8ാം ക്ലാസ്സുകാർ കടന്നു ചെല്ലുന്നത്. ചില സ്കൂളുകളിലെങ്കിലും ഈ പറയുന്ന അപ്പർ പ്രൈമറി ക്ലാസ്സുകളും ഈ ഹൈസ്കൂൾ ക്യാമ്പസിൽ തന്നെയായിരിക്കും. ഇപ്പോൾ 4ാം ക്ലാസ് അല്ലെ 5ാം ക്ലാസ് ആ കാലഘട്ടം ആകുമ്പോൾ തന്നെ ഈ വലിയ കുട്ടികളുടെ ഒരു സംഘത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ലഹരി വ്യാപനത്തെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്ന ശരാശരി ഒരു 12 വയസ്സിലാണ് പല കുട്ടികളും ആദ്യമായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. മിക്കവാറും ഇതിൻ്റെ ഒരു ഗേറ്റ് വേ ഡ്രഗ്, അല്ലെങ്കിൽ ഇതിൻ്റെ ലഹരിയുടെ വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ കവാടം തുറക്കുന്ന ഒരു ലഹരി വസ്തുവായിട്ട് കരുതപ്പെടുന്നത് ഈ പുകയില ഉൽപ്പന്നങ്ങളാണ്. അത് സിഗരറ്റോ ബീഡിയോ പാൻ മസാലയോ അടക്കമുള്ള കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ ഒരു 12 വയസ്സിൽ ശരാശരി കുട്ടികൾ ഉപയോഗിച്ച് തുടങ്ങുന്നു. അധികം വൈകാതെ ആഘോഷവേളകളിലും മറ്റും മദ്യം രുചിച്ചു നോക്കുന്നു. അധികം വൈകാതെ തന്നെ കഞ്ചാവിലേക്ക് പോവുകയും ഒരു ഹയർ സെക്കൻഡറി കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാസലഹരികൾ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് കുട്ടികൾ പോകുന്നതായിട്ടും കാണപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ പലപ്പോഴും എന്താണ് ഈ കുട്ടികളെ ഈ ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുന്നത്? 3-4 ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, എന്താണ് ഈ ലഹരി വസ്തു എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഒരു താല്പര്യമാണ്. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള പൊലിപ്പിച്ച ചില ചർച്ചകൾ നടക്കാറുണ്ട്. ഇതുകൊണ്ട് എന്തൊക്കെയോ ഗുണങ്ങളുണ്ടാകുമെന്നുള്ള തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലാകൃഷ്ടരായി ചില കുട്ടികളെങ്കിലും ഇത് പരീക്ഷിച്ച് നോക്കുന്നു. മറ്റൊരു പ്രധാന കാരണം സമപ്രായക്കാരുടെ സമ്മർദ്ദമാണ്. പ്രത്യേകിച്ച് 8ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടി ഹൈസ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ 9-ലോ 10-ലോ 11-ലോ 12-ലോ ഒക്കെ പഠിക്കുന്ന മുതിർന്ന ചേട്ടന്മാർ കാണും. അവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമായിരിക്കാം. ആ ചേട്ടന്മാരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുമ്പോൾ അവരാരെങ്കിലും ഈ ലഹരി വസ്തു ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഈ ലഹരി വസ്തു ഉപയോഗിച്ചാൽ മാത്രമേ നീ ഒരു പുരുഷനാവുകയുള്ളൂ, എങ്കിലേ നിനക്ക് ആരാധകരുണ്ടാകൂ, എങ്കിലേ നീ ഒരു ആണായി മാറൂ. ഇത്തരത്തിലുള്ള പല പ്രചോദനങ്ങളിലും വീണുപോകുന്ന കുട്ടികൾ പലപ്പോഴും ഈ സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിന് വിധേയരായി ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നു. ഇവിടെയാണ് നമ്മൾ കുട്ടികൾക്ക് സ്വഭാവ ദൃഢതാ പരിശീലനം അല്ലെങ്കിൽ അസർട്ടീവ്നെസ് ട്രെയിനിങ് എന്ന സംഗതി നൽകേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ ഒരാൾ നമ്മളെ നിർബന്ധിച്ചാൽ 3-4 രീതികളിൽ പ്രതികരിക്കാം. ചില ആളുകളെങ്കിലും ദുർബലമായി ആദ്യം വേണ്ട എന്ന് പറയും. പക്ഷേ ഒന്നുകൂടെ മറുവശത്തുള്ള ഒരാൾ നിർബന്ധിക്കുമ്പോൾ വഴങ്ങിക്കൊടുക്കും. ഇതിനെ പാസീവ് ബിഹേവിയർ അല്ലെങ്കിൽ നിഷ്ക്രിയ പ്രതികരണം എന്ന് പറയും. കാരണം മറുവശത്തുള്ള ഒരാൾ പറയുന്ന കേട്ടില്ലെങ്കിൽ, ഇനി അയാൾ നമ്മളോട് മിണ്ടിയില്ലെങ്കിലോ, അയാൾ നമ്മളെ കൂട്ടിയില്ലെങ്കിലോ, നമുക്ക് കൂട്ടുകാരില്ലാതായി പോകുമോ, നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക കാരണമാണ് പലപ്പോഴും ഇതിനങ്ങ് വഴങ്ങിക്കൊടുക്കുന്നത്. ഇനി രണ്ടാമതൊരു വിഭാഗം ആളുകളുണ്ട്, അഗ്രസീവ് റിയാക്ഷൻ അല്ലെങ്കിൽ അക്രമ സ്വഭാവമുള്ള പ്രതികരണം എന്ന് പറയും. അവരെല്ലാവരോടും വഴക്കിട്ട് സകല ബന്ധങ്ങളും നശിപ്പിച്ച് മുന്നോട്ട് പോകും. ആ ഒരു എക്സ്റ്റെൻറ്റ് വരെയും പോകണമെന്ന് പറയുന്നില്ല. മൂന്നാമത്തേതാണ് അസർട്ടീവ് റിയാക്ഷൻ അല്ലെങ്കിൽ സ്വഭാവ ദൃഢതാ പ്രതികരണം. ഇവിടെ അസർട്ടീവായ ഒരു മനുഷ്യന്, സ്വഭാവ ദൃഢതയുള്ളൊരു മനുഷ്യന് അവനവൻ്റെ അവകാശങ്ങളെപ്പറ്റി പൂർണ്ണമായ ബോധ്യമുണ്ട്. മറുവശത്തുള്ള ആളിൻ്റെ അവകാശങ്ങളെക്കുറിച്ചും പൂർണ്ണമായ ബോധ്യമുണ്ട്. മറുവശത്തുള്ള ആളിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ സ്വന്തം നിലപാട് നടപ്പിലാക്കാനും സ്വന്തം ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുമുള്ള കഴിവാണ് ഈ സ്വഭാവ ദൃഢത. നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് അവർ ഹൈസ്കൂളിലേക്കൊക്കെ കടക്കുമ്പോൾ പലരും പല കാര്യങ്ങളും ചെയ്യാൻ നമ്മളെ നിർബന്ധിച്ചെന്നിരിക്കും. പക്ഷേ അത് ആരോഗ്യകരമല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ നിർബന്ധിക്കുന്നത് ആരായാലും നമുക്ക് നോ എന്ന് പറയാനുള്ള അവകാശമുണ്ട്. അത് ഏറ്റവും അടുത്ത സുഹൃത്താകാം, നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ചേട്ടനായിരിക്കാം. ആര് പറഞ്ഞാലും, ഈ ലഹരി വസ്തുക്കൾ ആര് നമ്മളെ പരിചയപ്പെടുത്തിയാലും ഇതെനിക്ക് ഇഷ്ടമല്ല, എനിക്കിത് വേണ്ട എന്നവരുടെ കണ്ണിൽ നോക്കി ദൃഢമായി പറയാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സൗഹൃദം നശിച്ചു പോകുമോ? പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലുമില്ല. കാരണം നമ്മൾ തുടക്കത്തിലെ ഒരു നിലപാട് വ്യക്തമായി പ്രകടിപ്പിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള കുട്ടികൾ നമ്മളെ നമ്മളായി തന്നെ അംഗീകരിക്കും ക്രമേണ. മറിച്ച് നമ്മൾ ആദ്യം ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടി സിഗരറ്റ് വാങ്ങി വലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകാൻ പ്രയാസം വരും. കാരണം കൂട്ടുകാരെല്ലാം പറയുന്നത് ഇന്നലെ വരെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതല്ലേ, നീ ഇപ്പോൾ പുണ്യവാളനാകാൻ പോകുന്നോ എന്നൊരു ചോദ്യം വരും. പക്ഷേ ആദ്യ ദിവസം തന്നെ ഇതിന് ഞാനില്ല എന്ന് വ്യക്തമായൊരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ കൂട്ടുകാർ തന്നെ പറയും, അവനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല, അവന് ഇതിനൊന്നും കൂടില്ല. നിങ്ങളെ നിങ്ങളായി തന്നെ അവർ അംഗീകരിക്കും, അവരുടെ കൂട്ടത്തിൽ കൂട്ടും. ആ സൗഹൃദത്തിന് യാതൊരു ഭംഗവും വരികയില്ല. അപ്പോൾ മോശമായിട്ടുള്ള ശീലങ്ങൾ പുലർത്തുന്ന വ്യക്തികളോട്
ആ ശീലങ്ങളിൽ പങ്കെടുക്കാതെ തന്നെ ഒരു സൗഹൃദം നമ്മൾ നിലനിർത്താൻ നമുക്ക് സാധിക്കും. അവരോട് മറ്റു കാര്യങ്ങൾ നമുക്ക് സഹകരിക്കാം, പാഠ്യേതര പ്രവർത്തനങ്ങളൊക്കെ സഹകരിക്കാം, ഈ ലഹരി വസ്തുക്കളിൽ ഒരു തരത്തിലും പങ്കെടുക്കാതെ തന്നെ. ഈ സ്വഭാവ ദൃഢത നമ്മൾ കുട്ടികളോട് തുടക്കത്തിൽ തന്നെ പരിശീലിപ്പിച്ചു കൊടുക്കണം. ഇതുപോലെ സ്കൂളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഹൈസ്കൂളിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ മാതാപിതാക്കൾ പലപ്പോഴും അവരിൽ നിന്നൊന്ന് അകന്നു പോകും. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ കുട്ടികൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഡിമാൻഡ് ചെയ്ത് തുടങ്ങുന്ന ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴാണ്. വിലപിടിപ്പുള്ള ഷൂസ് ആകാം, മൊബൈൽ ഫോണാകാം, മറ്റു പല സംഗതികൾ. മാത്രമല്ല, വളരെ സെൻസിറ്റീവായ വിഷയങ്ങളെക്കുറിച്ച് കുട്ടികൾ സംശയം ഉന്നയിച്ചു തുടങ്ങുന്നൊരു പ്രായവും കൂടെയാണ് ഇത്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഉത്തരം പറയാൻ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും അവരെ ഒന്ന് വഴക്ക് പറഞ്ഞ് അകറ്റി നിർത്തുക എന്നുള്ളത് മാതാപിതാക്കൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിന് പകരം ഒരു അരമണിക്കൂർ സമയം ഈ കൗമാരപ്രായക്കാരുമായും ചെലവിടാൻ മാതാപിതാക്കൾ തയ്യാറാകണമെങ്കിലേ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. 2-3 വൾണറബിൾ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ അപകട സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങൾ ലഹരി അടിമത്തത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തേത് അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും ശ്രദ്ധക്കുറവും പിരിവിരിപ്പും ഒക്കെയുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ ADHD. ഈ ADHD ഉള്ള കുട്ടികൾക്ക് തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവിൽ തകരാറുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ എടുത്തുചാടി പല പ്രശ്നങ്ങളിലും പെടാൻ സാധ്യതയുണ്ട്. ഡിജിറ്റൽ അടിമത്തത്തിലേക്കും ലഹരി അടിമത്തത്തിലേക്കും ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് ADHDയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ചികിത്സിച്ച് ഭേദപ്പെടുത്തേണ്ടത് അവർ ലഹരി അടിമകളാകാതിരിക്കാൻ പരമപ്രധാനമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം പഠന പ്രശ്നങ്ങളാണ്. പഠന പിന്നാക്കാവസ്ഥയുള്ള കുട്ടികൾ, ഇത് പഠന വൈകല്യമാകാം, ശ്രദ്ധക്കുറവാകാം, ബുദ്ധിയിലുണ്ടാകുന്ന ചെറിയ പോരായ്മകളാകാം. ഇതൊക്കെയുള്ള കുട്ടികളെ സഹപാഠികളും അധ്യാപകരും മാതാപിതാക്കളും നിരന്തരമായിട്ട് അവഹേളിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന മൂലം അവർ പലപ്പോഴും ഒരു മാനസികമായി തളർന്നിട്ട് പലപ്പോഴും കൗമാരത്തിൽ ലഹരി പരീക്ഷണങ്ങളിലേക്കും ലഹരി അടിമത്തത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്. മൂന്നാമതൊരു വിഭാഗം വളരെ അന്തർമുഖരായ, സാമൂഹിക ഉത്കണ്ഠ കൂടുതലുള്ള, അധികം സുഹൃത്തുക്കളൊന്നുമില്ലാത്ത, ഒറ്റപ്പെട്ട് കഴിയുന്ന കുട്ടികളാണ്. ഇവരും പലപ്പോഴും അവരുടെ ഉത്കണ്ഠ പരിഹരിക്കാനുള്ളൊരു മാർഗമായിട്ട് ഈ ലഹരി ഉപയോഗത്തെ സ്വീകരിച്ചെന്നിരിക്കാം. ഈ 3 വിഭാഗങ്ങളിലും സവിശേഷമായ ശ്രദ്ധ വേണം. അത് സാമൂഹിക ഉത്കണ്ഠയാണെങ്കിലും പഠന പിന്നാക്കാവസ്ഥയാണെങ്കിലും ADHD ആണെങ്കിലും അത് കൃത്യമായിട്ട് ചികിത്സയിലൂടെ പരിഹരിച്ചാൽ ഇവർ ലഹരി അടിമത്തത്തിലേക്ക് പോകുന്നത് തടയാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം കൃത്യമായ കായിക വ്യായാമം എല്ലാ കുട്ടികൾക്കും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതോടൊപ്പം ഈ ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന തകരാറുകളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കണം. ഹൈസ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എന്താണ് ലഹരി ഉപയോഗിച്ചാൽ അവരുടെ തലച്ചോറിൽ നടക്കുന്നത് എന്ന് വ്യക്തമായൊരു ധാരണ കൊടുക്കണം. ലഹരി ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തു ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഒരു പ്രത്യേക അളവ് വരെ കൂടിയാൽ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ, അല്പം കൂടെ കൂടിയാൽ സന്തോഷത്തിന് കാരണമാകുന്ന ഡോപ്പമിൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ചിത്തഭ്രമ ലക്ഷണങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. കഞ്ചാവും രാസലഹരികളുമൊക്കെ ഉപയോഗിക്കുന്ന കൗമാരപ്രായക്കാരിൽ ചിത്തഭ്രമ ലക്ഷണങ്ങൾ വ്യാപകമായി കണ്ടുവരുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളുമൊക്കെ ഈ ലഹരികൾ ഉപയോഗിക്കുന്ന കൗമാരപ്രായക്കാരിൽ കണ്ടുവരുന്നു. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കി ഓർമ്മയും ബുദ്ധിയും ഒക്കെ കുറച്ച് ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള ശേഷിയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന പദാർത്ഥങ്ങളാണ് ഈ ലഹരി വസ്തുക്കൾ എന്ന കാര്യം കുട്ടികളെ ബോധ്യപ്പെടുത്തണം. അതോടൊപ്പം തന്നെ കുട്ടികളുടെ മുൻപിലിരുന്ന മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, മുതിർന്ന വ്യക്തികൾ ലഹരി ഉപയോഗിക്കുന്ന ഒഴിവാക്കണം. സിഗരറ്റും മദ്യവും അടക്കമുള്ള കാര്യങ്ങളൊന്നും വീട്ടിൽ പാടില്ല. കുട്ടികളുടെ മുൻപിലിരുന്ന് നിങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ നിങ്ങൾ ആ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയാണ്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നോർമലാണ്, സ്വാഭാവികമാണെന്നൊരു സന്ദേശം നിങ്ങൾ കുട്ടികൾക്ക് നൽകുകയാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം നിങ്ങൾ പടുകുഴിയിലേക്ക് തള്ളിയിടുകയാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. ഇതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ അഭിരുചികളും ബുദ്ധിവൈഭവങ്ങളും കാണും. എല്ലാവർക്കും കണക്കിന് അഭിരുചി ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് ഒരുപക്ഷെ ഭാഷാ സ്വാധീനമായിരിക്കാം കൂടുതൽ, ചിലർക്ക് സംഗീത അഭിരുചിയായിരിക്കാം. നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി എന്തെന്ന് കണ്ടെത്തി അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന പാഠ്യേതര മേഖലകളിലേക്ക് കുട്ടികളെ വിടേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നല്ല താല്പര്യമുള്ള ഒരു കുട്ടിയെ ഫോട്ടോഗ്രാഫി ക്ലബ്ബിലോ നേച്ചർ ക്ലബ്ബിലോ ഒക്കെ അംഗത്വം എടുത്ത് അത് നന്നായി വികസിപ്പിക്കാനായിട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഒരുപക്ഷെ ഒരു ഉപജീവന മേഖലയായിട്ട് പോലും അത് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കരിയർ ഗൈഡൻസിനും വലിയ പ്രസക്തിയുണ്ട്. പലപ്പോഴും മാതാപിതാക്കൾ അവരുടെ സ്വപ്നങ്ങൾ കുട്ടികളിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന കാലമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്.
എഞ്ചിനീയറിങ്ങിന് പോകുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരു ഗണിത യുക്തി ബുദ്ധി ആവശ്യമാണ്. അതില്ലാത്ത കുട്ടികൾ എഞ്ചിനീയറിങ്ങിന് പോയാൽ പ്രയാസപ്പെടും. പക്ഷേ ഇതേ കുട്ടിക്ക് ഭാഷാ സ്വാധീനം കൂടുതലായിരിക്കും. അവൻ ജേർണലിസത്തിന് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നന്നായി വന്നെന്നിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരു കരിയർ ഗൈഡൻസിന് പറ്റുന്ന രീതിയിലുള്ള ചിന്തകൾ ആരംഭിക്കണം. നിങ്ങളുടെ കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിരുചിക്ക് അനുസരിച്ച് വേണം ഹയർ സെക്കൻഡറിയിൽ ഏത് ഗ്രൂപ്പ് എടുക്കണം എന്നതുപോലും ആസൂത്രണം ചെയ്യാൻ. ഇനി നിങ്ങൾക്കോ കുട്ടിക്കോ ഒരു വ്യക്തമായൊരു ആശയം കിട്ടുന്നില്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് ടെസ്റ്റിലൂടെ അത് നിർണ്ണയിക്കാൻ പറ്റും. 3 കാര്യങ്ങളാണ് ഈ കരിയർ ഗൈഡൻസ് ടെസ്റ്റിൽ ചെയ്യുന്നത്. ഒന്ന്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻ്റ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി വൈഭവ പരിശോധന. നിങ്ങളുടെ കുട്ടിയുടെ ഏറ്റവും പ്രകടമായ ബുദ്ധി വൈഭവം ഏതാണെന്ന് അതിലൂടെ അറിയുന്നു. 2, ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻ്റ് അല്ലെങ്കിൽ അഭിരുചി നിർണ്ണയം. ഈ ബുദ്ധി കൂടിയ ഒരു മേഖലയുണ്ടെങ്കിൽ പോലും അതിൽ തന്നെ പല പല ഉപമേഖലകൾ കാണും. ഇപ്പോൾ ഭാഷാ സ്വാധീനം കൂടുതലുള്ളൊരു വ്യക്തിക്ക് അഭിഭാഷകനാകാം, അധ്യാപകനാകാം, എഴുത്തുകാരനാകാം, മാധ്യമപ്രവർത്തകനാകാം. ഇതിലേതാണ് കുട്ടി കൂടുതൽ ആസ്വദിക്കുക എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ അഭിരുചി നിർണ്ണയത്തിലുള്ള. 3ാമത്തേത് കുട്ടിയുടെ വ്യക്തിത്വ നിർണ്ണയമാണ്, പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്. അന്തർമുഖ വ്യക്തിത്വമുള്ള ഒരാളിനെ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കാൻ വിട്ടാൽ അയാൾ പ്രയാസപ്പെടും. എന്നാൽ മറ്റു ചില സവിശേഷ വ്യക്തിത്വ ഘടകങ്ങളുള്ള വ്യക്തികൾക്ക് അത് നന്നായിട്ട് ചെയ്യാനും പറ്റിയെന്നിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൃത്യമായി വിലയിരുത്തിയാൽ ഒരു കുട്ടിക്ക് ഭാവിയിൽ ഏറ്റവും നന്നായി ഇണങ്ങുന്ന തൊഴിൽ മേഖല ഏതാണ്, ഉപരിപഠന മേഖല ഏതാണെന്ന് കണ്ടെത്താം. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും +2 കഴിഞ്ഞ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ കൃത്യമായി ഒരു ധാരണ ലഭിക്കും. ആ ധാരണയ്ക്കനുസരിച്ച് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന, അവർക്ക് അഭിരുചിയുള്ള, അവരുടെ വ്യക്തിത്വത്തിന് ഇണങ്ങുന്ന ഉപരിപഠന മേഖല തിരഞ്ഞെടുത്താൽ അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പാഠ്യവിഷയ സംബന്ധമായ സമ്മർദ്ദവും ഉണ്ടാവുകയില്ല. ഈ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ മനസ്സിൽ വെക്കുക. ഏവർക്കും ആരോഗ്യകരമായ, ഐശ്വര്യദായകമായ, സന്തോഷകരമായ ഒരു അധ്യയന വർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.